ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സുന്ദരി അപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന പച്ചരിയും മൈദയൊക്കെ ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണിത്. അപ്പോൾ ഞാൻ ഇന്ന് ഒരേ ബാറ്റർ കൊണ്ട് തന്നെ രണ്ട് വിധത്തിൽ ഇത് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ സാധാരണ കുഴിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുഴിയപ്പച്ചട്ടിയിൽ കുറേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കുഴിയപ്പച്ചട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിൽ വളരെ കുറച്ച് മാത്രം ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ട് അതിൽ നമുക്ക് ഇതുപോലെ തന്നെ അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ രണ്ട് മെത്തേഡിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എന്നിട്ട് അതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായതെന്ന് താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇത് രണ്ടിൽ ഏത് മെത്തേഡിലാണെങ്കിലും നമ്മൾ സെയിം ബാറ്റർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ബാറ്റർ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സുന്ദരി അപ്പത്തിനുള്ള ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് വെള്ളം വാർന്നെടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഏലക്കയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏലക്ക ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 3 ഏലക്കായുടെ തരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതെല്ലാം കൂടെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ ഈ പച്ചരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് അരച്ചെടുത്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ പച്ചരി ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒരുപാട് പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ, കൂടുതൽ മധുരം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ സുന്ദരിയപ്പം നല്ല സോഫ്റ്റായി വരാനായിട്ട് ഞാനിതിലേക്ക് ഒരു 1/2 കപ്പോളം ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ സാധാരണ കഴിക്കുന്ന വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂണോളം ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ സുന്ദരിയപ്പത്തിനുള്ള ബാറ്റർ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിച്ച് വെക്കാം. എന്നിട്ട് ഈ മാവ് ഒന്ന് ചെറുതായി ഒന്ന് പൊളിച്ച് വരാനായിട്ട് 6 മുതൽ 8 മണിക്കൂർ വരെ ഒന്ന് മൂടി വെക്കണം. ഇപ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഈ ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് അതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സുന്ദരിയപ്പം ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിൽ വേണം നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പാകം നോക്കിയിട്ട് നിങ്ങൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിന്ന് 2 മെത്തേഡിലാണ് ഇത് ചെയ്ത് കാണിക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പം നമുക്ക് ആദ്യത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അധികം ഓയിലൊന്നും യൂസ് ചെയ്യാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കുഴിയപ്പച്ചട്ടിയുടെ ഈ ഓരോ കുഴിയിലേക്ക് കുറച്ച് ഓയിൽ വളരെ കുറച്ച് ഓയിൽ മാത്രം ഒരു ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് ഈ പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതുപോലെ ഓരോ കുഴിയിലേക്കും ഒരു 1/4 ഭാഗത്തോളം വരുന്ന രീതിയിൽ നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മളിതിൽ ഒരുപാട് എണ്ണയൊന്നും ചേർക്കാത്തതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലൊന്ന് നല്ലപോലെ ഒന്ന് വെന്ത് വരാനായിട്ട് ഇതൊരു 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മൂടി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോഴേക്കും ഇത് സാധാരണ നമ്മൾ കുഴിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇതൊന്ന് ചെറുതായി ഒന്ന് പൊങ്ങി റൗണ്ട് ഷേപ്പായിട്ട് വരും കേട്ടോ. അതുപോലെ തന്നെ ഈ റെസിപ്പി കണ്ണൂരുകാരുടെ സ്പെഷ്യലായിട്ടുള്ള കണ്ണൂരപ്പത്തിൻ്റെ പോലെ തന്നെയാണ് കേട്ടോ. കണ്ണൂരപ്പത്തിൻ്റെ ഒക്കെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ കളറാണ്. അതായത് നമ്മൾ ഈ ഉണ്ടാക്കിയെടുക്കുന്ന അപ്പത്തിൻ്റെ ഒരു സൈഡ് നല്ല ബ്രൗൺ കളറായിരിക്കും, മറ്റേ സൈഡ് നല്ല ഒരു വെള്ള കളറായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഈ സുന്ദരി അപ്പം എന്ന് പറയുമ്പോൾ എല്ലാ സൈഡും ഒരുപോലെ വെള്ള കളറിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇതിൽ നമ്മളിപ്പോൾ ഒരുപാട് എണ്ണ ചേർക്കാത്തതുകൊണ്ട് ഇത് ഒരു സൈഡ് ബ്രൗൺ കളറായിരിക്കും, മറ്റേ സൈഡും ചെറിയൊരു ബ്രൗൺ കളർ ഉണ്ടായിരിക്കും. നമ്മൾ കൂടുതൽ എണ്ണ ഒഴിച്ച് വറുത്തെടുക്കുന്ന കുഴിയപ്പൊക്കെ ചെയ്തെടുക്കുന്ന പോലെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ 2 സൈഡും വെള്ള കളറിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇതിപ്പോൾ നമുക്ക് ഒരു സൈഡ് റെഡി ആകുമ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഇതുപോലെ തന്നെ ഒരു പിക്നിക് ബണ്ണിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരുപാട് ഓയിലൊന്നും യൂസ് ചെയ്യാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നമ്മൾ അധികം ഓയിലൊന്നും ഉപയോഗിക്കാതെ തന്നെ ആദ്യത്തെ റൗണ്ട് സുന്ദരിയപ്പമൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കുഴിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇതിനകത്തേക്ക് ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ 1/4 ഭാഗത്തോളം നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിൽ നമ്മൾ മുമ്പ് ചെയ്തെടുത്തതിനേക്കാളും കൂടുതൽ വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മൾ സാധാരണ കുഴിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് എടുത്താൽ മതിയാകും. അതുപോലെ നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തതിൻ്റെ അത്രയ്ക്കും ബ്രൗൺ കളർ ഇതിനുണ്ടാവില്ല. ചെറിയൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി ഇതിന് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ രണ്ടാമത് ചെയ്തെടുത്ത സുന്ദരിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തേതിനെ പോലെ ഒരുപാട് ബ്രൗൺ കളറാക്കി എടുത്തിട്ടില്ല, ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറേ ആയിട്ടുള്ളൂ. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരേ ഐറ്റം 2 തരത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളും മറക്കാതെ ഇന്ന് തന്നെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ സുന്ദരിയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാനായി എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.